ഹായ് നമസ്കാരം. എൻ്റെ പേര് റിഷാദ് സലീം. അപ്പോൾ നമ്മൾ ഈ ഷോർട്ട് ടൈമിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എങ്ങനെയാണ് ഒരു സ്റ്റോക്കിനെ ഫിൽട്ടർ ചെയ്യുന്നത്, നമ്മുടേതായ രീതിയിൽ എങ്ങനെയാണ് ഫിൽട്ടർ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള രീതിയിലോ അല്ലെ നിങ്ങളുടേതായ ഐഡിയ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും സ്റ്റോക്കിനെയൊക്കെ ഫിൽട്ടർ ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടുന്നത് ഈ ചാർട്ടിംഗ് എന്ന് പറയുന്ന സൈറ്റിന്റെ ഇപ്പൊ ഇത് വന്നിരിക്കുന്ന നമ്മുടെ ചാർട്ടിങ്ങിന്റെ ഹോം പേജിലാണ്. ഇവിടെ വന്നതിന് ശേഷം ഈ സ്ക്രീനർ എന്ന് പറയുന്നതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് യുവർ ഓൺ എന്ന് പറയുന്ന കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നത് നമുക്കിവിടെ ഇങ്ങനെ ഒരു സ്ക്രീനാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടുന്ന എന്തൊക്കെ രീതിയിലുള്ള സ്റ്റോക്കുകളാണെന്നുള്ളതിന്റെ ഒരു ഇൻപുട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതിന്റെ ഔട്ട്പുട്ടായിട്ട് നമുക്കത് ഫിൽട്ടർ ചെയ്ത് എത്ര സ്റ്റോക്കുകളോളം നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ നമുക്ക് ഏതൊക്കെ സ്റ്റോക്കുകൾ ഏതൊക്കെ രീതിയിലാണ് നിങ്ങളുടേതായ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ ഏത് രീതിയിലാണ് ഫിൽട്ടർ ചെയ്യുന്നത്, പല രീതിയിൽ ഫിൽട്ടർ ചെയ്യാറുണ്ട്. അതിൽ ഒരു രീതി എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് RSI വേണം. അപ്പൊ RSI എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വരും. അത് അതിന്റെ വേണ്ടുന്ന ആവശ്യമുള്ള ക്ലോസ് എബോ നമ്പർ 52 അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണേലും ഇടാം. നമുക്ക് ഇപ്പൊ ഞാൻ ചെയ്യുന്നത് 52 അവിടെ കൊടുക്കുക. അതിനുശേഷം വീണ്ടും RSI തന്നെ കൊടുക്കുക. RSI ലെസ് താൻ നമുക്ക് ലെസ് താൻ നമ്പർ 75. അപ്പൊ ഓരോരുത്തരുടെ ഇപ്പൊ 70 കൊടുക്കാം, 60 കൊടുക്കുന്നവരുണ്ട്. ഓരോരുത്തരുടെയ രീതിയിലാണ്. അപ്പൊ ഞാൻ ഇവിടെ അതായത് RSI ക്ലോസ് ചെയ്ത് 50 കഴിഞ്ഞ് 52 ശേഷമുള്ളതും 75 RSI 75 താഴോട്ട് ഇടയ്ക്കുമുള്ള സ്റ്റോക്കുകൾ എനിക്ക് മതി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള സ്റ്റോക്കാണോ വേണ്ടുന്നത് അതനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം നമ്മൾ കൊടുക്കുന്നത് ചേഞ്ച്, ഒരു ദിവസത്തെ ചേഞ്ച് എത്രയാണെന്നുള്ളതിന്റെ കുറച്ച് നമുക്ക് ഇത്ര ശതമാനമാണ്. അപ്പം ചേഞ്ചിങ് പെർസെൻറ്റേജ് ലെസ് താൻ നമ്പർ എനിക്കൊരു 4 താഴെയുള്ള സ്റ്റോക്ക് മതി. 4% ചേഞ്ച് ഓരോ ദിവസവും ചേഞ്ച് 4% താഴെയുള്ള സ്റ്റോക്കിന് മതിയുണ്ട്. ഞാൻ 4 കൊടുത്തിരിക്കുന്നു. നമുക്ക് ഇനി 5 മതി അല്ലെങ്കിൽ 2 മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് വേണ്ടുന്നത് വോളിയം ഗ്രേറ്റർ ദാൻ നമ്പർ എനിക്കൊരു 8 ലക്ഷം വോളിയത്തിന് മുകളിലുള്ള മതി. അപ്പൊ 8 ലക്ഷത്തിന് മുകളിലുള്ള വോളിയമുള്ള സ്റ്റോക്ക്. അതിനുശേഷം നമ്മൾ മാർക്കറ്റ് ക്യാപ്പ് ഗ്രേറ്റർ ദാൻ നമ്പർ 1000. മാർക്കറ്റ് ക്യാപ്പ് 1000 മുകളിലുള്ള സ്റ്റോക്ക് മതി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ക്ലോസ് ഗ്രേറ്റർ ദാൻ നമ്പർ 100. അതായത് 100 രൂപയ്ക്ക് മുകളിലുള്ള ഒരു 100 രൂപയ്ക്ക് മുകളിലുള്ള സ്റ്റോക്ക് മതി. അതാണ് അത് കൊടുത്തിരിക്കുന്നത്. മൂവിങ് ആവറേജുകൾ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ക്ലോസ് ഗ്രേറ്റർ ദാൻ ഞാൻ സിമ്പിൾ അല്ല EMA കൊടുക്കുക. എക്സ്പെണൻഷ്യൽ മൂവിങ് ആവറേജ് കൊടുക്കുക. എക്സ്പെണൻഷ്യൽ മൂവിങ് ആവറേജ് ഗ്രേറ്റർ ദാൻ 22 മൂവിങ് ആവറേജിന് മുകളിലുള്ള സ്റ്റോക്ക് മതി. അത് കൂടാതെ നമ്മൾ ഒരു മൂവിങ് ആവറേജ് കൂടി കൊടുക്കുകയാണ്. എക്സ്പെണൻഷ്യൽ മതി. എക്സ്പെണൻഷ്യൽ മൂവിങ് ആവറേജ് EMA എന്ന് അടിച്ചാൽ മതി, അപ്പോഴേ വരും. അവിടെ നമുക്ക് 200 മുകളിലുള്ള സ്റ്റോക്ക് മതി. അപ്പൊ അത്യാവശ്യം ഒക്കെ ആയി. നമുക്ക് ഏറെക്കുറെ ഇത്രയൊക്കെ മതിയാകും. വോളിയം, മാർക്കറ്റ് ക്യാപ്പ്, ക്ലോസ്, ഈ ഇത്രയും ഫിൽട്രേഷൻ ഇട്ടിട്ട് നമുക്ക് സ്റ്റോക്കിനെ ഒന്ന് നമുക്ക് ഇവിടെ താഴെ റൺ എന്ന് പറയുന്നതിനകത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ഏകദേശം 6 സ്റ്റോക്കോളം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യണം. സെഗ്മെന്റ് ക്യാഷ് അല്ല, നമുക്ക് നിഫ്റ്റി മതി. നിഫ്റ്റി 500 എടുക്കാം. നിഫ്റ്റി 500 പോയാലും ഇത്രയും സ്റ്റോക്ക് കിട്ടുന്നുണ്ട്. റൺ സ്കാൻ കൊടുക്കാം. അപ്പൊ 6 സ്റ്റോക്ക് എന്നുള്ളത് നമുക്ക് 5 സ്റ്റോക്ക് ആയിട്ട് മാറി. ക്യാഷ് സെഗ്മെന്റിലുള്ള സ്റ്റോക്ക് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. നിഫ്റ്റി 500 ഉള്ള ഏകദേശം 5 സ്റ്റോക്കുകളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അപ്പൊ ഈ സ്റ്റോക്കുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 4% താഴെയാണ്. അതുപോലെ തന്നെ മാർക്കറ്റ് ക്യാപ്പ് 1000-ന് മുകളിലാണ്. നിങ്ങൾക്ക് മാർക്കറ്റ് ക്യാപ്പ് 1000 കൂടുതൽ വേണമെങ്കിൽ അത് അവിടെ അടിച്ചു പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മാർക്കറ്റ് ക്യാപ്പ് കൂടുതലുള്ളതും നമുക്ക് കിട്ടും. ഇതുപോലെയാണ് ഞാൻ ഓരോ സ്റ്റോക്കുകളെ ഫിൽട്ടർ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിന് ശേഷം ഇതിന്റെ ഫണ്ടമെന്റലി കാര്യങ്ങൾ അതുപോലെ തന്നെ ടെക്നിക്കലൊക്കെ നോക്കിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാതെ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. സ്റ്റോക്കുകളായാലും എന്തിലായാലും ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. നന്ദി.